പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 പത്രോസ് 1 അധ്യായം 25 വാക്യം. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഹല്ലേലൂയ. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ഇതാ ഹല്ലേലൂയ, പ്രവാചകനായ യേശയ്യാവ് പറഞ്ഞ അതേ വാക്യം അപ്പസ്തോലനായ പത്രോസ് ദൈവസഭയ്ക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഇതർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. യേശയ്യാപ്രവചനം 40 അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 6 വാക്യത്തിൽ പറയുന്നു, കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിൻ്റെ മേൽ ഊതുകയാൽ പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെന്ന് പ്രവാചകനായ യേശയ്യാവ് പറഞ്ഞ അതേ കാര്യം തന്നെ പത്രോസ് എടുത്തിട്ട് പറയുന്നു. ഈ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ്. എന്താ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്നത്? അപ്പസ്തോലനെ പത്രോസ് ഹല്ലേലൂയ അത് തന്നെ വിളിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ മാറാത്ത വചനമാണ്. ആ വചനത്തിന് ജീവിതങ്ങളെ മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. ജീവിതങ്ങളെ പുതുതാക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ മാറ്റുവാൻ പറ്റും. നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. മാറാത്ത വചനം ജീവിതങ്ങളെ മാറ്റുന്നതത്രേ. മാറാത്ത ദൈവത്തിൻ്റെ വചനം ജീവിതങ്ങളെ മാറ്റുന്നതത്രേ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാതെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് ഈ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കും. ഒറ്റ വാക്ക് മതി ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റാൻ. ഇവിടെ ഇതാ പറയുന്നു, ഹല്ലേലൂയ, വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് കെടാത്ത ബീജമാണ്. അത് മാറാത്ത ദൈവത്തിൻ്റെ വിത്ത. ഈ വിത്ത് വീണാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വചനം കേൾക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം കേൾക്കുമ്പോൾ വീണ്ടും ജനനം സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാ. 2, ദൈവത്തിൻ്റെ വചനത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്രേ. ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് നിങ്ങൾ ചിലത് കൽപ്പിച്ചാൽ ഹല്ലേലൂയ ഇല്ലാത്ത ചിലത് ഉണ്ടായി വരും. ഇല്ലാത്ത ചിലതിനെ ദൈവം സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. 1, ദൈവത്തിൻ്റെ വചനം വീണ്ടും ജനിപ്പിക്കും. 2, ദൈവത്തിൻ്റെ വചനം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് അത്രേ ദൈവത്തിൻ്റെ വചനം. ഇതാ 3-മതായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ബുദ്ധി കുറവെന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവവചനം വായിച്ചു തുടങ്ങിയാൽ ആ വചനത്തിനകത്തൂടെ മനുഷ്യന് എത്താത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്ന നല്ല ബുദ്ധിയെ ദൈവം കൊടുക്കും. ദൈവത്തിൻ്റെ വചനം നിനക്ക് ബുദ്ധി പറയും. അത് ഹല്ലേലൂയ കുരുട്ട് കണ്ണുകളെ തുറന്ന് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റും. 119 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്നെ എൻ്റെ ശത്രുക്കളെക്കാട്ടിലും ബുദ്ധിമാനാക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്നെ എൻ്റെ ഗുരുക്കന്മാരെക്കാട്ടിലും ഹല്ലേലൂയ അറിവുള്ളവനാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹല്ലേലൂയ എൻ്റെ ചുറ്റുപാടുമുള്ള വയോധികന്മാരെക്കാട്ടിലും എന്നെ വിവേകമേറിയവനാക്കുന്നു. എന്താ സംഭവിച്ചത്? ശത്രുക്കളെക്കാട്ടിലും ഹല്ലേലൂയ എക്സ്പീരിയൻസ് ഉള്ള വയോധികന്മാരെക്കാട്ടിലും ഹല്ലേലൂയ എതിര് സംസാരിക്കുന്ന ശത്രുക്കളെക്കാട്ടിലും വയോധികന്മാരെക്കാട്ടിലും പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെക്കാട്ടിലും അധികമായി ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ മാറ്റുവാൻ സാധിക്കും. നമ്മെ കൊള്ളാവുന്നവനാക്കി മാറ്റുവാൻ സാധിക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ വചനം വായിക്കുമോ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതിനെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ അറിവിനെ
അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കും, അതിൻ്റെ അതിരുകളെ വിശാലമാക്കും. നിങ്ങൾ ബുദ്ധിയുള്ളവരായി തീരും. 1, ദൈവത്തിൻ്റെ വചനം വീണ്ടും ജനിപ്പിക്കുന്നു. 2, ദൈവത്തിൻ്റെ വചനത്താൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും. 3, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, അത് നിങ്ങൾക്ക് ജ്ഞാനം പകരും, നിങ്ങളെ കൊള്ളാവുന്നവനാക്കി തീർക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, വചനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, വചനത്തിനകത്ത് അത്ഭുതമുണ്ട്, വചനത്തിനകത്ത് വിടുതലുണ്ട്, വചനത്തിനകത്ത് ബലമുണ്ട്, വചനത്തിനകത്ത് ശക്തിയുണ്ട്. വചനം ഇരുവായ്ത്തല വാളുപോലെയുള്ളതാ. അത് സന്ധികളെയും പ്രാണനെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നത്രേ. ദൈവവചനത്തിന് ജീവിതങ്ങളിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഇന്ന് പകൽക്കാലം നാം ഈ ചിന്തിച്ച ചില കാര്യങ്ങൾ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. ജീവിതത്തെ മാറ്റുന്ന ഈ വചനത്താൽ കർത്താവേ, ഇന്ന് രാവിലെ വചനം കേട്ട നിൻ്റെ മക്കളോട് എല്ലാവരോടും ഇടപെടണമേ. ജീവിതത്തിൽ ഒരു വീണ്ടും ജനനത്തെ കൊടുക്കണമേ, ജീവിതത്തിൽ ഒരു വ്യത്യാസത്തെ കൊടുക്കണമേ. ജീവിതത്തിൽ ഇവരെ മറ്റുള്ളവരെക്കാട്ടിലും വിവേകമേറിയവരായി കൊള്ളാവുന്നവരാക്കി മാറ്റണമേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, നിന്ദിക്കപ്പെടാൻ പരിഹസിക്കപ്പെടാൻ അനുവദിക്കാതെ ദൈവിക കൃപയാൽ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണേ അപ്പാ. അപ്പയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയരേ, നമ്മുടെ കർത്താവ് നല്ലവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ. ആമീൻ.